നമുക്ക് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ നോക്കാം. ഇത് മെയിൻലി ഒബേസിറ്റിയാണ്, ഓവർ വെയിറ്റ്. എല്ലാവരും ന്യൂ ഇയറിൽ ഒരു റെസൊല്യൂഷനൊക്കെ വയ്ക്കും വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത്. അപ്പം ഇദ്ദേഹത്തിന് മെയിലാണ്, 25 വയസ്സാണ്, 177 സെന്റിമീറ്റർ പൊക്കവും, വെയിറ്റ് 104 കിലോയാണ്. അദ്ദേഹത്തിൽ ബേസിക്കലി ഒബേസിറ്റി ഉണ്ട്. പിന്നെ ഉള്ളത് അലർജി ഉണ്ട്. അലർജിയും സ്നീസിങ്ങും, എപ്പോഴും നേസൽ ബ്ലോക്ക്, മൂക്ക് അടഞ്ഞിരിക്കുന്നത് പോലെ വരും. അതിന് വേണ്ടിയിട്ട് ഡീവിയേറ്റഡ് ENT-യിൽ കാണിച്ചപ്പം ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം ഉണ്ട്, അതിന് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ സ്നോറിങ് ഉണ്ട്, കൂർക്കം വലിയുണ്ട്. അതുപോലെ സ്ലീപ്പ് അപ്നിയ, ഇടയ്ക്ക് ശ്വാസം നിന്ന് പോകുന്ന പോലെയുള്ള ബുദ്ധിമുട്ടുകളും വരുന്നുണ്ട്. അതുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുന്ന പോലെ വരുന്നുണ്ട്. പിന്നെ സ്കിന്നിൽ, പ്രത്യേകിച്ചും ചെസ്റ്റിലും ബാക്കിലുമായിട്ട് ഒരു സ്കിൻ ലീഷൻസ് ഉണ്ട്. ഈ അക്നി വൾഗാരിസ് എന്നൊക്കെ പറഞ്ഞാൽ പഴുത്ത് വലിയ പിമ്പിളുകൾ വരുന്ന പോലെ. ഫേസിൽ അധികമില്ല, പക്ഷെ ബോഡിയിൽ കൂടുതലായിട്ടുണ്ട്. പിന്നെ ഫാറ്റി ലിവർ ഉണ്ട്, അതിൻ്റെ കൂടെ ലിവർ എൻസൈംസും കൂടുതലാണ്. അതുപോലെ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ്, ഗ്യാസും കോൺസ്റ്റിപ്പേഷൻ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ടെസ്റ്റുകൾ നോക്കുമ്പം പല ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസും ഉണ്ട്. അതുപോലെ ലിവർ ഫങ്ഷൻസിൽ SGPT, SGOT ഒക്കെ കൂടുതലാണ്. വൈറ്റമിൻ D, ഫോളേറ്റ് ഒക്കെ കുറവാണ്. അതുപോലെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ്, HSCRP, അതൊരു വാസ്കുലർ മാർക്കേഴ്സ്, നമ്മുടെ ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും ഒക്കെ ഉള്ള ചാൻസ് കൂട്ടുന്നു എന്നുള്ള അതിൻ്റെ ഒരു മാർക്കറായിട്ട് വരുന്നതാണ്. HSCRP അദ്ദേഹത്തിന് കൂടുതലാണ്. അതാണ് നമ്മൾ പലപ്പോഴും കേൾക്കുമല്ലോ, ചെറുപ്പക്കാർക്ക് പോലും പെട്ടെന്ന് അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനത്തെ കണ്ടീഷൻ ഉള്ളപ്പോൾ നമുക്ക് അങ്ങനത്തെ പോസിബിലിറ്റിയും കൂടുതലായിരിക്കും. നെക്സ്റ്റ്, നമ്മൾ എന്ത് ബെനിഫിറ്റാണ് നമ്മൾ ഈ ഇതിലേക്ക്, നമ്മൾ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്ക് നമ്മൾ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് എന്ത് ബെനിഫിറ്റ് വന്നു എന്നുള്ളതാണ്. അതായത് സിംറ്റംസ്, ഈ കോൺസ്റ്റിപ്പേഷന്, സ്ലീപ്പിന്റെ പ്രശ്നങ്ങൾ, നേസൽ ബ്ലോക്ക്, സ്നോറിങ്, ഇങ്ങനത്തെയൊക്കെ കുറഞ്ഞു വന്നു. ആദ്യം 8th ഡേ വരുന്ന നമ്മൾ നോക്കും, 15th ഡേ അത് കുറയുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബേസിക്കലി ഒരു 30 days ആയപ്പോഴേക്കും ഓൾമോസ്റ്റ് 70% തന്നെ ഇങ്ങനത്തെ സിംറ്റംസിനൊക്കെ കുറവ് വന്നതാണ്. ഈ 60 days ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് സിംറ്റം ഫ്രീ ആയെന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഈ വെയിറ്റ് റിഡക്ഷൻ ആണെങ്കിൽ ഒരു 104 ഒരു മാസം ആയപ്പോൾ തന്നെ 97 വന്നു. അങ്ങനെ ഗ്രാജുവൽ ഒരു വെയിറ്റ് റിഡക്ഷൻ വരുന്നുണ്ട്. ഈ സ്കിൻ ലീഷൻസ് ആണെങ്കിലും ഇതിന്റെ മന്ത് ഓൾമോസ്റ്റ് ക്ലിയർ ആയി. അതിന്റെ പാടുകൾ മാത്രമേ പിന്നെ പോകാനുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ സ്കാനിങ്ങിലാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കുമ്പോൾ സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. അത് ഡേ 90 ആയപ്പോഴേക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 2 ഉണ്ടായിരുന്നു. ഡേ 90 ആയപ്പോഴേക്കും ഗ്രേഡ് 1 പറഞ്ഞു. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.